പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടുത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ശാലോം TV മുമ്പിൽ ഇരുന്ന് വചനം ശ്രവിക്കാൻ കാത്തു നിൽക്കുന്ന എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ അങ്ങേ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആമുഖമായ വചനം നമുക്ക് തരുന്നത് എഫെസൂസ്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 21-ാം തിരുവാക്യം. പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ വലിച്ചെറിയുവിൻ. വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യരായി തീരുവിൻ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ആത്മീയമായ നിധികളും ആത്മസംയമനവും. പ്രിയപ്പെട്ടവരെ, ഒരു വട്ടം കൂടി പാവനമായ നോമ്പുകാലം നമ്മുടെ പക്കലേക്ക് കടന്നു വരികയാണ്. ആത്മീയ ജീവിതത്തെ ഒന്ന് നിരീക്ഷിക്കാനും വിമർശിക്കാനും വിലയിരുത്താനും ഒരു വട്ടം കൂടി യേശു കർത്താവ് നമ്മുടെ പക്കലേക്ക് കടന്നു വരികയാണ്. ആധുനിക ജീവിതത്തിൻ്റെ തിക്കിലും തിരക്കിലൊക്കെ പെട്ട് നഷ്ടപ്പെട്ടു പോയ ആത്മീയ ചൈതന്യത്തെ വീണ്ടും അതിനെ പുതുക്കി പണിയാനായിട്ട് തിരുസഭാ മാതാവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഈശോയുടെ 40 ദിവസത്തെ തീഷ്ണമായ പ്രാർത്ഥനയും ഉപവാസത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. കഠിനമായ പ്രാർത്ഥനയുടെയും തീഷ്ണതരമായ ഉപവാസത്തിൻ്റെയും നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, മരുഭൂമിയിലെ പരീക്ഷ, യേശുവിൻ്റെ പ്രലോഭനം, വിശപ്പിൻ്റെ മുമ്പിൽ അപ്പമായി തീരാനായിട്ടാണ് പിശാച് യേശുവിനോട് ആദ്യമായി മുമ്പിൽ വയ്ക്കുന്ന പരീക്ഷ. ഒരു സോഷ്യൽ വർക്കറായി, ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി, ഒരു സാമൂഹ്യ പ്രവർത്തകനായി തീരുവാനായിട്ടുള്ള പ്രലോഭനമാണ് ഒന്നാമത്തേതിൽ നമ്മൾ കാണുന്നത്. യേശു എല്ലാ ലോകത്തിൻ്റെയും രക്ഷകനായി രക്ഷാകര പ്രവർത്തികളിലൂടെ പാപത്തിന് രക്ഷിക്കാൻ വന്ന യേശുവിനെ തരം താഴ്ത്തി കാണിക്കുന്ന ഒരു പ്രത്യേകത നാം അവിടെ കാണുന്നു. വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചസ്സുകൊണ്ടുമാണ് ജീവിക്കുന്നത്. വചനം കൊണ്ട് വെട്ടിമുറിക്കുകയാണ്. വീണ്ടും നാം കാണുന്നു, ദൈവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് ചാടി ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് യേശുനാഥൻ ഒരു അത്ഭുത പ്രവർത്തകനായി തരം താഴ്ത്തുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് രക്ഷകനാകേണ്ടവൻ അത്ഭുത പ്രവർത്തികൾ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവനല്ല എന്ന് 2ാമത്തെ പ്രലോഭനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വചനം കൊണ്ട് 2ാമത്തെ പ്രലോഭനത്തെയും യേശു അതിജീവിക്കുകയാണ്. 3ാമത്തെ പ്രലോഭനത്തിൽ ഇത് ലോകവും ലോകം നൽകുന്ന എല്ലാ സമ്പത്തും ആകർഷകമാണ് എന്ന് കാണിച്ചുകൊണ്ട് പ്രലോഭിപ്പിക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ മഹത്തരമാണ് ദൈവമഹത്വം എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് വചനത്തിലൂടെ. യേശു പിശാചിനോട് കൽപ്പിച്ചു,
സാത്താനെ നീ ദൂരെ പോകുക. പിശാച് വിട്ടുപോകുകയാണ്. പ്രിയപ്പെട്ടവരെ, തന്നെക്കുറിച്ചും തൻ്റെ ദൈവഹിതം എന്താണെന്നും ആ ദൈവഹിതം എങ്ങനെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി രണ്ട് ആത്മീയമായ ആയുധം ഇന്ന് ദൈവമക്കൾക്കായി നൽകുകയാണ്. ഒന്നാമത്തെ ആത്മീയമായ ആയുധം പ്രാർത്ഥനയും രണ്ടാമത്തെ ആത്മീയമായ ആയുധം ഉപവാസവുമാണ്. മക്കളെ, പ്രാർത്ഥന ഇല്ലാത്ത ജീവിതങ്ങൾക്ക് പിശാചിനെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. പ്രാർത്ഥനയില്ലാത്ത ജീവിതങ്ങൾക്ക് പ്രലോഭനങ്ങളെ തകർക്കുവാൻ സാധ്യമല്ല. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് കിട്ടിയ പ്രചോദനം, പ്രാർത്ഥനാ പായ വിരിച്ചു കിട്ടിയ സന്ദേശങ്ങൾ പ്രായോഗികമാക്കണമെങ്കിൽ പ്രാർത്ഥനയാകുന്ന ആയുധം ഓരോ ക്രൈസ്തവന്റെയും കൈമുതലായിരിക്കണം. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ, പ്രാർത്ഥനയിൽ മനസ്സ് ഊന്നുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ മനസ്സറിയാൻ, ദൈവത്തിൻ്റെ ഇഷ്ടമറിയാൻ, ദൈവഹിതമനുസരിച്ച് വ്യാപരിക്കാൻ സാധിക്കുക. ദൈവദാസനായിരിക്കുന്ന കുഞ്ഞച്ചൻ 4 മണിക്ക് എഴുന്നേറ്റ് സക്രാരുടെ മുമ്പിൽ ഇരുന്ന് ദീർഘനേരം പ്രാർത്ഥിച്ചിട്ടാണ് ദിവ്യബലിയിലേക്ക് പ്രവേശിക്കുന്നത്. വിശുദ്ധനായിരിക്കുന്ന ജോൺ പോൾ മാർപ്പാപ്പ അതിരാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ദീർഘനേരം പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ദിവ്യബലിയിലേക്കും മറ്റ് ശുശ്രൂഷയിലേക്കും പ്രവേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ആത്മീയമായ ശക്തി പ്രാർത്ഥനയിൽ നിന്നാണ് ഓരോ വിശുദ്ധന്മാരും ഓരോ വിശുദ്ധകളും തങ്ങളുടെ ജീവിതത്തിൽ ആർജിച്ചെടുത്തത്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയായിരുന്നു അവരുടെ ആയുധം. പ്രാർത്ഥനയായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ പരമമായിരിക്കുന്ന വിഷയം. പ്രാർത്ഥനയിലൂടെയാണ് ഒരു സാധാരണ ജീവിതത്തെ അസാധാരണമായ ജീവിതത്തിൽ കടന്നു വരാൻ സാധിക്കുന്നത്. ഇന്ന് ധാരാളം മക്കൾ തിന്മകളെ വിട്ടുപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ തിന്മകളെ വിട്ടുപേക്ഷിച്ചാൽ മാത്രം പോരാ. വിട്ടുപേക്ഷിച്ച ആ തിന്മകളുടെ സ്ഥാനത്ത് നന്മകൾ നട്ടുപിടിപ്പിക്കാനായി സാധിക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ വലിയ മനുഷ്യരായി നമ്മൾ മാറണം. നോമ്പിലേക്ക് പ്രവേശിക്കുന്ന നമ്മെ ഓരോരുത്തരോടും യേശു കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാനായി നിന്റെ സമയത്തെ നീ രൂപപ്പെടുത്തുക. പ്രാർത്ഥനയിലൂടെ ദൈവത്തെ രുചിച്ചറിയുക. അങ്ങനെ ജീവിതത്തിൽ വലിയ പ്രാർത്ഥനാ മനുഷ്യരായി മാറുക. ഒരു കാര്യം മനസ്സിലാക്കണേ, പ്രാർത്ഥന അവസാനിക്കുന്നിടത്ത് പാപം തലപൊക്കും. പ്രാർത്ഥന ആരംഭിക്കുന്നിടത്ത് പിശാച് തകർന്നു വീഴും. പിശാചിനെ തകർക്കാനും നാരകീയ സാമ്രാജ്യത്തിന്റെ അധപ്പതനം കൊണ്ടുവരാനും ധാരാളം പ്രാർത്ഥന പോരാളികൾ തിരുസഭയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുടെ നാഥന്റെ മുമ്പിലിരുന്ന് ആരാധിക്കാൻ, മുട്ടുകുത്തി കരുണയ്ക്കായി പ്രാർത്ഥിക്കാൻ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, തിരുസഭയുടെ ഒരു ആത്മീയ പോരാളിയായി മാറാൻ പ്രാർത്ഥന എന്ന സമരായുധം പ്രത്യേകമായി എടുത്ത് ഉപയോഗിക്കേണ്ട കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. അതുകൊണ്ട് ഒന്നാമത്തെ ആത്മീയ ആയുധമാണ് പ്രാർത്ഥന. രണ്ടാമത്തെ ആത്മീയ ആയുധമാണ് ഉപവാസം. പ്രിയപ്പെട്ടവരെ, ഉപവാസത്തിന്റെ ഫലമായി ദൈവം മനുഷ്യന് നൽകുന്ന ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ് ആത്മസംയമനം. ഈ ആത്മീയമായ സംയമനം നമ്മുടെ ജീവിതത്തിൽ
പ്രായോഗികമാക്കുമ്പോഴാണ് തിന്മയുടെ സ്വാധീന മേഖലകളിൽ നിന്ന് നമുക്ക് വിടുതൽ നേടാൻ സാധിക്കുന്നത്. വിശുദ്ധ മരിയ ഗോരത്തിയുടെ അമ്മ ജോലിക്ക് പോകുന്ന വേളയിൽ പ്രാർത്ഥിച്ചാണ് മകളെ കുടുംബത്തിൽ നിന്ന് യാത്രയാകുന്നത്. മരിയ ഗോരത്തിയുടെ അമ്മ ജോലിക്കായി പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് വീട് വിട്ട് ഇറങ്ങുന്നത്. ഒരിക്കൽ മരിയ ഗോരത്തിയുടെ അമ്മ മരിയയോട് പറഞ്ഞു, മോളെ, ഞാൻ ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നീ മരിച്ചു എന്ന് കേട്ടാൽ എനിക്കത്ര സങ്കടമുണ്ടാകില്ല. എന്നാൽ നീ പാപത്തിനടിമയായി പാപം ചെയ്തു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അമ്മയുടെ സ്നേഹപൂർവമായിരിക്കുന്ന ഉപദേശത്തിന് സാക്ഷ്യമാണ് തൻ്റെ രക്തസാക്ഷിത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ മനുഷ്യ ഹൃദയത്തിൽ ഇളക്കി വിടുന്നത് തിന്മയുടെ സ്വാധീനമാണ്. പിശാച് വശീകരിച്ചു കൊണ്ടുപോകുകയാണ്. പിശാച് ആകർഷിച്ചു കൊണ്ടുപോകുകയാണ്. പിശാചുമായിട്ടുള്ള എൻകൗണ്ടർ നടത്താൻ, ചർച്ച നടത്താൻ, കോൺഫറൻസ് നടത്താൻ അവൻ നിർബന്ധിക്കുകയാണ് ഓരോ ഭക്ത ആത്മാക്കളെയും. മോഹനമായിരിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് തിന്മയുടെ വഴിയുടെ നയിക്കാനായിട്ട് അവൻ പ്രേരിപ്പിക്കുകയാണ്. ഒന്ന് മനസ്സിൽ കുറിച്ചിടണം, ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഒന്നും തന്നെ പിശാചിൽ നിന്ന് കിട്ടുവാനില്ല. ഇതോരോ ക്രൈസ്തവന്റെയും അകത്തളങ്ങളിൽ, ഹൃദയത്തിന്റെ ഫലകങ്ങളിൽ കൊത്തിവെക്കേണ്ടതാണ്. ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഒരു കാര്യവും പിശാചിൽ നിന്ന് കടന്നു വരുന്നില്ല. അവനിൽ നിന്ന് കടന്നു വരുന്നത് ലൗകികമായ ചിന്തകൾ, വികാരങ്ങൾ, മോഹങ്ങൾ, സ്വപ്നങ്ങൾ, കാഴ്ചകൾ, ഇവയൊന്നും ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നില്ല. അലസത, അജ്ഞത, അഹങ്കാരം, അസൂയ, ആസക്തി, ഇതൊന്നും ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നില്ല. അമിതമായ ആഹാരം, അമിതമായ സംസാരം, അമിതമായിരിക്കുന്ന ചിലവ്, ഇതൊന്നും ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നില്ല. അവൻ നമുക്ക് സമ്മാനിക്കുന്നത്, തിന്മയുടെ സാമ്രാജ്യം നമുക്ക് സമ്മാനിക്കുന്നത്, പിശാചുക്കൾ സമ്മാനിക്കുന്നത് ലജ്ജാകരമായ ചിന്തകൾ, ലജ്ജാകരമായ ഭാവനകൾ, ലജ്ജാകരമായിരിക്കുന്ന കാര്യങ്ങൾ. അവൻ ലജ്ജാകരമായിരിക്കുന്ന വാതിലാണ് ഒരു മനുഷ്യന് തുറന്നു കൊടുക്കുന്നത്. ഇത് ശ്രദ്ധയോടെ ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കുമ്പോൾ മാത്രമേ പിശാചുമായിട്ട് കൂട്ടുകെട്ട് പൊട്ടിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഈ ആത്മീയ ആയുധത്തിന്റെ വിലയറിയുക. ഉപവസിച്ച് ആത്മസംയമനം നേടിയ, ദൈവദർശനം നേടിയ എത്രയോ വിശുദ്ധാത്മാക്കളാണുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, ആത്മസംയമനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ ആത്മീയമായ ആയുധം നമുക്ക് എങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും? ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായത് മാത്രം ഉപയോഗിക്കുക. അത് ആത്മസംയമനമാണ്. ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇതാ ദാനിയേൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 3-ാം വാക്യത്തെ നാം വായിക്കുന്നു. അവൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ
മാംസവും വീഞ്ഞും കഴിക്കുകയോ ചെയ്തില്ല, സുഗന്ധ തൈലം പൂശിയില്ല, രുചികരമായ ഭക്ഷണം കഴിച്ചില്ല. എന്ന് പറഞ്ഞാൽ ചില ഭക്ഷണങ്ങൾ കഴിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൂർണ്ണമായി ഉപവസിക്കുന്ന ആളുകളുണ്ട്, ഭാഗികമായി ഉപവസിക്കുന്ന ആളുകളുണ്ട്. രുചികരമായ ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നു. ചില വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ കാണാറുണ്ട്, വളരെ രുചികരമായ ഭക്ഷണം വരുമ്പോൾ ആ രുചിയെ കുറയ്ക്കാൻ അല്ലെങ്കിൽ രുചികരമായ ഭക്ഷണം വേണ്ടെന്ന് വെക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഇഷ്ടത്തെ, ശരീരത്തിൻ്റെ ആ താല്പര്യത്തെ കൊന്നുകളയാണ് ചെയ്യുന്നത്. മാംസവും വീഞ്ഞും കഴിക്കുക, ആഘോഷങ്ങളും ആർഭാടങ്ങളും തിന്നു കുടിച്ച് ഉല്ലസിക്കുമ്പോഴല്ലേ വലിയ വലിയ തിന്മകളിലേക്കും പാപത്തിന്റെ മേഖലകളിലേക്കും പോകാറ്. വീണ്ടും സുഗന്ധ തൈലം പൂശുന്നില്ല, അത്രോ സെന്റോ ഒന്നും പൂശുന്നില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ദാനിയേൽ ഉപവാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആത്മസംയമനത്തിന് ഒന്നാമത്തെ കാര്യം ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക. ഇന്ന് നീ നിന്നെ തന്നെ ഒന്ന് പരിശോധിക്കുക. എത്രയോ ആർഭാടങ്ങളും എത്രയോ ആഘോഷകരമായ കാര്യങ്ങളുമാണ് ഇന്ന് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ നിയന്ത്രിക്കാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ യേശുനാഥൻ ക്ഷണിക്കുകയാണ്. അനിയന്ത്രിതമായി ഉപയോഗിക്കുന്ന കരണ്ട്, വെള്ളം, ദൂർച്ചിലവ് ഇവയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കാൻ ദൈവമായ കർത്താവ് നമ്മോട് ഉപദേശിക്കുകയാണ്. 2, മനസ്സിനെ നിർമ്മലമാക്കുന്നത് മാത്രം സ്വീകരിക്കുക. മനസ്സിനെ നിർമ്മലമാക്കുന്നത് മാത്രം സ്വീകരിക്കുക. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 21 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് അവന് വിളിക്കുന്ന പേരുണ്ട്, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേൽ. ഉപവസിച്ച് കഴിയുമ്പോൾ, ആത്മസംയമനം നേടിക്കഴിയുമ്പോൾ അവളെ വിളിക്കുന്ന പേരാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രിയപ്പെട്ടവളെ. പ്രിയപ്പെട്ടവരെ, മനസ്സിനെ നിർമ്മലമാക്കുന്നത് മാത്രം സ്വീകരിക്കുന്നതാണ് ആത്മസംയമനം എന്ന് പറയുന്നത്. വീണ്ടും ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നതിൽ മാത്രം ഏർപ്പെടുക. നിന്റെ ആത്മരക്ഷ, നിന്റെ കുടുംബത്തിന്റെ ആത്മരക്ഷ, നീ ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ മക്കളുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നതിൽ മാത്രം ഏർപ്പെടുന്നവനാണ് ആത്മസംയമനത്തിൽ വ്യാപരിക്കുന്നവൻ. ഈശോ പറഞ്ഞില്ലേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്താ പ്രയോജനം? ലോകം മുഴുവൻ നേടി വലിയ പ്രശസ്തനായിത്തീരുന്നു, എല്ലാം നേടിക്കഴിഞ്ഞു, പക്ഷേ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താ പ്രയോജനം? എത്രയോ വിശുദ്ധാത്മാക്കളെ വിശുദ്ധിയിലേക്കും നന്മയിലേക്കും ജീവിത പരിവർത്തനത്തിലേക്കും നയിച്ച തിരുവാക്യമായിരുന്നു അത്. വീണ്ടും നിത്യരക്ഷയെ ഉറപ്പാക്കുന്ന ജീവിത രീതി സ്വന്തമാക്കി തീർക്കണം നമ്മൾ. ഞാൻ സഞ്ചരിക്കുന്ന പാത, ഞാൻ ജീവിക്കുന്ന ഭൂമിയിലാണെങ്കിലും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ, നിത്യതയുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുവാനും തീരുമാനിക്കാനും പ്രവർത്തികളിൽ ഏർപ്പെടാനായിട്ടുള്ള കൃപ കിട്ടുന്നത് ഉപവാസത്തിലൂടെ കൈവരിക്കുന്ന ആത്മസംയമനം എന്ന് പറയുന്ന സുഹൃതത്തിലൂടെയാണ്. അവസാനമായി, ആത്മാവിന്റെ ശക്തിയാൽ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയണം. ഇപ്പോൾ ഒരു കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്ന ഒരു വ്യക്തി കുതിര പറയുന്നതനുസരിച്ചിട്ടല്ല സവാരി ചെയ്യേണ്ടത്. പിന്നെയോ കുതിരക്കാരൻ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക്, ലക്ഷ്യത്തിലേക്കാണ് നയിക്കേണ്ടത്.
കുതിര നയിക്കുന്ന പോലെ പോയാൽ പോരാ, മറിച്ച് കുതിരക്കാരനായിരിക്കണം കുതിരയെ നയിക്കേണ്ടത്. അതുപോലെ തന്നെ ആത്മാവിന്റെ ശക്തിയാൽ ആയിരിക്കണം ശരീരത്തെ നിയന്ത്രിക്കേണ്ടത്. ശരീരത്തിന്റെ ഇച്ഛകൾ അനുസരിച്ച് ആത്മാവിനെ കൊണ്ടുപോയാൽ ഒരു വലിയ ദുരന്തത്തിലേക്കും ഒരു വലിയ തിന്മയുടെ നീർച്ചുഴിയിലേക്കുമാണ് ചെന്ന് പെടുക എന്ന സത്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ആത്മസംയമനം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉള്ളത് മാത്രം നീ ഉപയോഗിക്കുക. അതുപോലെ തന്നെ മനസ്സാക്ഷിയെ നിർമ്മലമാക്കുന്ന കാര്യങ്ങൾ നീ സ്വീകരിക്കുക. ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. നിത്യരക്ഷയെ ജീവിതത്തിന്റെ ഒരു തത്വമായിട്ട് നീ സ്വീകരിക്കുക. ആത്മാവിനെ ശരീരത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാക്കി മാറ്റുക. ഇപ്രകാരം ആത്മീയ സംയമനം ഒരു വ്യക്തിക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവന് വലിയ വില കൊടുക്കേണ്ടി വരും, അവന് വലിയ നഷ്ടം സഹിക്കേണ്ടി വരും. അനുതാപത്തോടെ ഒന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുവാനോ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനോ ഉപവാസം അനുഷ്ഠിച്ച് ആത്മസംയമനം നേടാത്ത മക്കൾക്ക് സാധ്യമല്ല. വീണ്ടും ദൈവഭയവും ദൈവഭക്തിയും അവൻ അറിയാതെ ചോർന്നു പോകും. മൂന്നാമതായി, മാരകമായ പാപങ്ങളെ കുറിച്ച് പെട്ടെന്ന് അതിലേക്ക് വഴുതി പോകാൻ ഒരു സാഹചര്യം വഴി അവൻ തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ് എന്നുള്ള സത്യം വിസ്മരിക്കരുത്. പുണ്യത്തിന് അഭിവൃദ്ധി പ്രാപിക്കാൻ സാധ്യമല്ല, പുണ്യത്തിന്റെ വഴിയുടെ നടക്കാനായി സാധിക്കുന്നില്ല, പുണ്യത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ല. കാരണം ഉപവാസത്തിലൂടെ ആത്മസംയമനമെന്ന ഈ വലിയ ആയുധം അവനെടുത്ത് ഉപയോഗിക്കുന്നില്ല. അവസാനമായി ആത്മാവിന്റെ കൃപയിൽ വളരാൻ സാധിക്കുന്നില്ല. അവന് അറിവുണ്ട്, പക്ഷെ അനുഭവം കിട്ടുന്നില്ല. അവന് ശക്തിയുണ്ട്, അത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്തേ? അവന്റെ ആത്മീയമായ കൃപകളിൽ തിന്മയുടെ സ്വാധീനങ്ങൾ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ രണ്ട് ആത്മീയമായ ആയുധം നിന്റെ ജീവിതത്തിന്റെ യാത്രകളിൽ സഹയാത്രികരായി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ സ്വകാര്യ ജീവിതത്തിലും നിന്റെ ഔദ്യോഗിക ജീവിതത്തിലും നിന്റെ കൂദാശ ജീവിതത്തിലും നിന്റെ കുടുംബ ജീവിതത്തിലും എന്തുമാത്രം സ്ഥാനം പ്രാർത്ഥനയ്ക്ക് നീ കൊടുക്കുന്നുണ്ട്. ഈ ആയുധം എടുത്തുപയോഗിക്കുവാൻ നീ എന്ത് ത്യാഗമാണ് ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ വലിയ ത്യാഗം ചെയ്യുന്ന വ്യക്തികളാണ് ആത്മസംയമനത്തിന്റെ വലിയ മേഖലകളിലേക്ക് കടന്നു വരുന്നത്. മരണം വരെ നീ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ലഭിക്കും. വെളിപാടിന്റെ പുസ്തകത്തിലൂടെ യോഹന്നാൻ വെളിപ്പെടുത്തി തരുന്നു, മരണം വരെ വിശ്വസ്തനായിരിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജീവന്റെ കിരീടം, നിത്യജീവന്റെ കിരീടം നേടാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഈ വലിയ ആത്മീയ ആയുധം എടുത്തുകൊണ്ട് പ്രത്യേകമായി ഈ നോമ്പ് കാലഘട്ടത്തിൽ നീ വ്യാപരിക്കുക. അപ്പോൾ നിന്റെ ജീവിതത്തിൽ തിളക്കം വർദ്ധിക്കുന്നത്, പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത്, തിന്മകൾ വിട്ടുപോകുന്നത്, ദൈവരാജ്യം വളരുന്നത്, ആത്മരക്ഷയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു ആത്മീയ ശക്തിയായി ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. സ്വർഗീയ പിതാവേ, ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രത്യേകമായ വിധത്തിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വലിയ വഴിത്താരയോടെ നടന്ന് ആത്മസംയമനം പാലിച്ച് ദൈവരാജ്യത്തിലെ ഒരു ശുശ്രൂഷകനായി ഞങ്ങളെയും മാറ്റണമേ. ആമേൻ.